ഹായ് എവ്രി വൺ. നീറ്റ് 2025 കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ +2 കയറിയവരും നമ്മുടെ സൂപ്പർ കിങ്സിലെ മക്കളുണ്ട്, +2 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, അതേപോലെ ഇപ്പോൾ +2 കഴിഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഒരു സംശയമാണ്, മിസ്സേ ഞങ്ങൾ ഇനി നീറ്റ് എഴുതിയിട്ട് കാര്യമുണ്ടോ? നീറ്റിന് എക്സാം നല്ല ടഫല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവർക്ക് വരെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കൊക്കെ കിട്ടുമോ? വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫാമിലിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ബേസിക്കായിട്ട് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയില്ലല്ലോ. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് അത് നെഗറ്റീവ് ആകും, അയ്യോ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സും അങ്ങനെ തന്നെ ആയിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം നല്ല വൃത്തിയായി കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് ചെയ്തു പോവുക. പിന്നെ നീറ്റ് 2025 ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പർ. പക്ഷേ നീറ്റ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. കോവിഡ് വന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കുട്ടികൾക്ക് കുറച്ച് റിലാക്സേഷൻ ആവുകയും പിന്നെ NTA നടത്തിപ്പിലും കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് നീറ്റ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ അതിന് മുമ്പുള്ള സമയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2016-15 ആ സമയമൊക്കെ നല്ല ടഫ് പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഒരു ടഫർ ലെവലിലേക്കാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ +2 കയറിയ മക്കളോട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി നെഗറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പ്ലീസ് മാനിഫെസ്റ്റ് പോസിറ്റീവ് തിങ്സ്. പിന്നെ റിയാലിറ്റി ചെക്കാണ്, അതൊരു ടഫ് എക്സാം ആയിരുന്നു. അത് ഇത്രയും ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷ നമ്മൾക്ക് ഒരിക്കലും ഒരു ഈസി എക്സാം, സിമ്പിൾ എക്സാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് ലീക്കേജും അങ്ങനത്തെ പ്രശ്നങ്ങളും NTA ആ ഒരു എന്താ പറയുക ഫോമിംഗ് ബോഡിയിൽ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവലും അങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഈ വർഷം NTA ഒരു ഹൈ ചെയർ കമ്മിറ്റിനെ തന്നെ നിയമിച്ചു. അതേപോലെ തന്നെ എക്സാമിൽ യാതൊരു പാളിച്ചകളുമില്ല നടത്താനായിട്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് എക്സാം സെൻ്ററാക്കി വെച്ചത്. അതേപോലെ NTA ഒഫീഷ്യൽസ് തന്നെ നേരിട്ട് എക്സാമിന് നടത്തിപ്പിൽ ഇടപെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും വൃത്തിയായി എക്സാം നടന്നു പോകാനുള്ള കുറേ മെഷേഴ്സ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അറിയാണ്, കഴിഞ്ഞ വർഷത്തെ +2 എക്സാം ഉണ്ടല്ലോ ഭയങ്കര ടഫായിരുന്നു, ആർക്കും A+ കിട്ടിയില്ല, എഴുതി ആർക്കും A+ ഇല്ല, ഭയങ്കര ടഫായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ +2 ബോർഡ് എക്സാം എഴുതാണ്ടിരിക്കുമോ? യെസ്, തിങ്ക് ഓഫ് ഇറ്റ് ദാറ്റ് വേ. നോ ചിൽഡ്രൻ, നിങ്ങളുടെ +2 ബോർഡ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത് പോലെ തന്നെ ഒരു ക്വാളിഫയിങ് എക്സാമാണ് നീറ്റ് എക്സാം. ഓക്കെ, അപ്പോൾ എക്സാം ഭയങ്കര ടഫായി, കഴിഞ്ഞ വർഷം ആർക്കും ഫുൾ A+ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർഷം എക്സാം എഴുതാണ്ടിരിക്കുമോ? ഈ വർഷം നമ്മുടെ പിന്നെ സ്റ്റേറ്റ് ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യാണ്ടിരിക്കുമോ? അപ്പോൾ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേനോ. നിങ്ങളൊന്ന് അലേർട്ട് ആയില്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഞാൻ കുറച്ചും കൂടെ റീഫോക്കസ് ചെയ്യണം, ഞാൻ ഈ പാറ്റേണിലൊന്നും ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോരാ, നീറ്റിൻ്റെ ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതുപോലെ പഠിക്കണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ +2 എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സിലബസും എക്സാംസും ക്ലാസ്സസും കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. എക്സാമുകൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ മാറി വരുന്ന ഡിഫിക്കൽട്ടി ലെവലിലുള്ള മോഡ് ഓഫ് ക്വസ്റ്റ്യൻസും പാറ്റേണും ഒക്കെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അതായത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ നീറ്റ് 2026 എക്സ്പെക്ട് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആ രീതിയിലുള്ള ടീച്ചിങ്ങുമായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, പിന്നെ ഇത്രയും ടഫ് പേപ്പർ ആയിട്ട് പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇപ്പോൾ +2 കഴിഞ്ഞ് എഴുതി വന്നവർക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പറയുന്ന കുറേ മക്കളുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയുമൊക്കെ ടഫ് ആകുമല്ലോ എക്സാം, അപ്പോൾ ഈ രീതിയിൽ പഠിക്കണം എന്ന് അവർക്ക് നല്ലൊരു ഐഡിയ കിട്ടി. സോ എവറി ഓപ്പർച്യൂണിറ്റി ഈസ് ആൻ എക്സ്പീരിയൻസ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ നെഗറ്റിവിറ്റി മാനിഫെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ്സസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സിൽ വരിക. ഇനിയും ജോയിൻ ചെയ്യാതെ ഒരു ഡൈലമയിൽ നിൽക്കുന്നവരിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും ഡോക്ടർ ആവണമെന്നാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ, MBBS ആണ്, ഒരു മെഡിക്കൽ പ്രൊഫഷനാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ, ശരിക്കും നിങ്ങൾക്ക് ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ടേക്ക് എ കോൾ. അതായത് വേറെ ആരും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എക്സാം ടഫ് ആയിക്കോട്ടെ, ഫാമിലിയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല. കാരണം എനിക്കൊരു ഡ്രീം ഉണ്ട്, എനിക്കൊരു ഡോക്ടർ ആവണം. അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കുക. ദെൻ യു ഡിസൈഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള ക്ലാസ്സസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകട്ടെ. +2 ബോർഡും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് നീറ്റിലെ നമ്മുടെ സ്കോറും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിഷമിക്കരുത്, എക്സാം ടഫായി എന്ന് വിചാരിച്ച് നിങ്ങളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. 2026 നടന്നിട്ടില്ല, അത് എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ അത് വരാൻ പോകുന്ന കാര്യമല്ലേ? യെസ്, ഇപ്പോഴുള്ള കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് ചെയ്തു പോവുക. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു.